ഇന്ന് നമ്മൾ നടത്താൻ പോകുന്ന യാത്ര രാത്രി ഫുൾ ഉറങ്ങാതുള്ളൊരു ട്രെയിൻ യാത്രയാണ്. പ്രയാഗ്രാജ് ഹംസഫറാണ് നമ്മളിത് പോകാൻ പോകുന്നത്. ന്യൂഡൽഹിയിൽ നിന്ന് രാത്രി 10:30 എടുക്കുന്ന 632 കിലോമീറ്റർ നിർത്താതെ പോകുന്നൊരു വണ്ടിയാണ്. ഒരു കിടിലൻ വണ്ടിയാണ്. 81 km/h ആവറേജ് സ്പീഡുള്ള ഒരു വമ്പം വണ്ടിയാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. ന്യൂഡൽഹിയിൽ നിന്നും ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ് വരെ പോകുന്ന ഹംസഫർ എക്സ്പ്രസ്സിലാണ് നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോകുന്നത്. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വണ്ടിയിൽ കയറുന്നത്. അപ്പോൾ നമ്മൾ ഈ വണ്ടി പോകാൻ പോകുന്നത് സ്ലീപ്പർ ക്ലാസ്സിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. സ്ലീപ്പർ ക്ലാസ്സിൽ ഒരു ഓവർനൈറ്റ് യാത്രയാണ്. ഈ വണ്ടി പകൽ വെളിച്ചം പോലും കാണത്തില്ല. രാത്രി 10:30 എടുത്തിട്ട് രാവിലെ 6:00 എത്തും. അപ്പോൾ പുതിയൊരു കിടിലൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കൊരു കാര്യം അറിയാം, ഈ ന്യൂഡൽഹി സ്റ്റേഷൻ ഉണ്ടല്ലോ, നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിൽ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നൊരു സ്റ്റേഷനാണ്, ഏറ്റവും കൂടുതൽ റവന്യൂ കിട്ടുന്നൊരു സ്റ്റേഷനാണ് ന്യൂഡൽഹി. എന്തോരം ആൾക്കാരായാലും ഒരു ദിവസം ഇവിടെ വന്ന് യാത്ര ചെയ്യുന്നത്. നമ്മുടെ പ്രയാഗ്രാജ് ഹംസഫറിൻ്റെ പ്ലാറ്റ്ഫോമൊക്കെ നേരത്തെ അലോട്ടായി കിടക്കുകയാണ്. കാരണം ഇത് എപ്പോഴും പ്ലാറ്റ്ഫോം നമ്പർ 9 വിടുന്നത്. ട്രെയിൻ നമ്പർ 12276 ആണ്. അപ്പോൾ നമുക്ക് സ്ലീപ്പറാണ്. സ്ലീപ്പർ ഏറ്റവും പുറകിലെന്തോ ആണ്. നമുക്ക് ആദ്യം വണ്ടി വരട്ടെ. വണ്ടി വന്നിട്ട് ലോക്കമൊക്കെ കാണിച്ചിട്ട് നമുക്ക് പോകാം. എന്തായാലും വണ്ടി എന്തായാലും ഇപ്പോഴൊന്നും വരത്തൊന്നുമില്ല. വണ്ടി വരാൻ സമയമെടുക്കും. അതാ അവിടെ നിന്ന് ഒരു വെള്ള വെളിച്ചം വരുന്നുണ്ട്. നമ്മുടെ ഹംസഫർ എക്സ്പ്രസിൻ്റെ റേക്ക് അവർ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പം സമയം 10 മണി കഴിഞ്ഞു. 10:30 ഈ വണ്ടി ഇവിടെ നിന്ന് പുറപ്പെടുന്നത്. അങ്ങനെ നമ്മുടെ ഹംസഫർ എക്സ്പ്രസ് കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. യാർഡിലെങ്ങാണ്ട് കിടക്കുമായിരുന്നു റേക്ക് കണ്ട് വരുന്നുണ്ട്. ഗൈസ്, നമ്മുടെ ഹംസഫർ WP4 ആട്ടോ, WP7 അല്ല. ഞാൻ കരുതി WP7 ആയിരിക്കും എന്നാ. WP4 ആട്ടോ. നോക്ക്, നടുക്ക് ലാമ്പുള്ള ടൈപ്പ് WP4 പഴയ സാധനമാണ്. എൻ്റെ പോലെ ആ WP4 ആണെങ്കിൽ 130 പോകും സാധനം. അവിടെ സീനില്ല. 130 പൊക്കോളൂ ഇത്. പക്ഷേ WP4 ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് ഈ വണ്ടിയുടെ വീഡിയോ കണ്ടിട്ടുണ്ട് WP4 വെച്ച് പോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു സ്ഥിരം ഈ വണ്ടിക്ക് WP4 കൊടുക്കാറുണ്ടെന്ന് തോന്നുന്നു. ജാൻസി ലോക്കോ ഷെഡിൻ്റെ ഒരു WP4 ആണ് നമ്മുടെ സാരഥി. 22533 എന്നാണ് ഈ WP4 നമ്പർ കേട്ടോ. സാധാരണ WP4 ലോക്കോസിന് ഇതേപോലെ അതിൻ്റെ ലൈറ്റ് വരുന്ന മുകളിലായിരിക്കും. പക്ഷേ പണ്ടിറങ്ങിയ ലോക്കോസിലൊക്കെ ചിലതൊക്കെ നടുക്കായിരിക്കും കേട്ടോ. അതിൻ്റെ ലൈറ്റ് ഒരു വെറൈറ്റി ലുക്കുള്ള ലൈറ്റ് ആണ്. WP4 ആണെങ്കിലും എന്തോ ഒരു കുഴപ്പമില്ല. സ്പീഡ് എടുക്കാൻ കുറച്ച് താമസമാണെന്നേ ഉള്ളൂ. പക്ഷേ ഇത് 130 കയറിയതാണ്. 130 സുഖമായിട്ട് കയറും നമ്മുടെ WP4. അപ്പോൾ നമ്മുടെ ഹംസഫറിൻ്റെ സാരഥിയാണ് ഇത് കാണുന്നത്. ഈ ഒറ്റ ലോക്കോ ആണ് ഈ വണ്ടീനെ പ്രയാഗ്രാജ് വരെ എത്തിക്കുന്നത്. എന്തായാലും ഓൺ ടൈം എത്താം, അതുകൊണ്ട് സീനില്ല. ഈ ഇവിടുന്ന് കയറുന്ന ക്രൂ തുണ്ടല ജംഗ്ഷൻ എന്നൊരു സ്ഥലം വരെയാണ് വർക്ക് ചെയ്യുന്നത്. കാരണം ഇതിന് ക്രൂ ചേഞ്ച് വേണമല്ലോ. ഒറ്റയടിക്ക് 600 കിലോമീറ്റർ ഓടിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ തുണ്ടല ജംഗ്ഷൻ എന്നൊരു സ്ഥലത്താണ് ഇത് നിർത്തുന്നത് ക്രൂ ചേഞ്ചിന് വേണ്ടിയിട്ട്. അത് എനിക്കൊന്ന് രാത്രി 1 മണിക്ക് 1:30 കണ്ടാണ്. അപ്പോൾ അവിടെ നിന്ന് കയറുന്ന അടുത്ത ക്രൂ ആണ് ഈ വണ്ടീനെ പ്രയാഗ്രാജ് വരെ എത്തിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലോക്കോ. നമുക്കിനി നേരെ നമ്മുടെ കോച്ചിൽ പോകാം. നമ്മുടെ കോച്ച് സ്ലീപ്പറാണ്, S4 ഏറ്റവും ബാക്കിലാണ് കേട്ടോ. നല്ല റെഡ് കളറിലെ ഒരു അടിപൊളി ട്രെയിൻ ബോർഡ് നോക്കി. ന്യൂഡൽഹിയുടെ നമ്മുടെ ഇന്ത്യ ഗേറ്റിൻ്റെ പടവും പിന്നെ പ്രയാഗ്രാജിൻ്റെ അവിടുത്തെ മറ്റേ ത്രിവേണി സംഗമം ഇല്ലേ, അതിൻ്റെ ഒരു പടവും കൊടുത്തിട്ടുണ്ട്. ട്രെയിൻ നമ്പർ 12276 ന്യൂഡൽഹി പ്രയാഗ്രാജ് ഹംസഫർ എക്സ്പ്രസിൻ്റെ ആ ഒരു ലിവറി കാണാൻ വേണ്ടി എന്ത് രസമല്ല. എന്നാൽ ക്ലീൻ വണ്ടിയാണ് കേട്ടോ. നോർത്ത് സെൻട്രൽ റെയിൽവേ ആണ് ഈ വണ്ടി ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതായത് പ്രയാഗ്രാജാണ് ഈ വണ്ടി ഓപ്പറേറ്റ് ചെയ്യുന്നത്. നോർത്തേൺ റെയിൽവേയുടെ അല്ല, ഡൽഹിയുടെ വണ്ടിയല്ല, പ്രയാഗ്രാജിൻ്റെ വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ട്രെയിൻ ബോർഡാണ് കേട്ടോ. ഹംസഫർ എക്സ്പ്രസ് എന്നൊക്കെ പറഞ്ഞ് നല്ല ക്ലിയർ ആൻഡ് പക്ക ട്രെയിൻ ബോർഡ് നോക്കിയേ. റെഡ് കളറിൽ നല്ല അട്രാക്റ്റീവ് ഒരു ഐറ്റം കേട്ടോ. ഇതിൻ്റെ AC എല്ലാം ഹംസഫർ ലിവറി തന്നെയാണ്. എനിക്കൊന്നും മറ്റേ സാധാരണ റെഡ് കളറിലൊന്നും ഇല്ലെന്ന് തോന്നുന്നു. സ്ലീപ്പറുണ്ട് ഈ ഹംസഫറിൽ. ചില ഹംസഫറിലൊന്നും സ്ലീപ്പർ കാണത്തില്ല കേട്ടോ. ഹംസഫർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഹംസഫറിൽ സ്ലീപ്പർ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ S4 ആണ്. 3 ടയർ എടുത്തില്ല. കാരണം നമുക്ക് ഈ നോൺ സ്റ്റോപ്പ് റൺ എൻജോയ് ചെയ്യണമെങ്കിൽ AC എടുത്തിട്ട് കാര്യമില്ല, സ്ലീപ്പർ തന്നെ എടുക്കണം. ഈ ഹംസഫർ നേരത്തെ 4 സ്ലീപ്പർ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഈയിടെ ഒരു സ്ലീപ്പറും കൂടെ കൂട്ടിയിട്ട് ഇപ്പോൾ 5 സ്ലീപ്പർ ഉണ്ട്. ഇത് S5 ആണ്. നമ്മുടെ തൊട്ട് പുറകിലത്തെ S4 കോച്ചാണ്. നമ്മുടെ ബെർത്ത് ഇവിടെ ഡോറിൻ്റെ അടുത്തുള്ളൊരു സൈഡ് ലോവർ ബെർത്താണ് കേട്ടോ S4ൽ. അവിടെ ആരെണ്ണൊക്കെ ഇരിപ്പുണ്ട്, അവരെ മാറ്റണം ആദ്യം.
നല്ല വൃത്തിയുള്ള നല്ല മെയിൻറ്റെയിൻഡ് കോച്ചാണ് കേട്ടോ. എല്ലാവരും കയറി കിടന്ന് ഉറങ്ങാനുള്ള പരിപാടിയാണ്. കാരണം രാവിലെ എത്തുമല്ലോ. നമ്മൾ ഉറങ്ങത്തില്ല, പക്ഷെ നമ്മൾ ആരും എങ്ങനെ ബുദ്ധിമുട്ടിക്കത്തൊന്നുമില്ല കേട്ടോ. ഒരു കണക്കിന് ഈ ഡോർ സൈഡിലുള്ള സൈഡ് ഡോർ കിട്ടിയ നന്നായി. അതാകുമ്പോൾ വ്ളോഗ് എടുക്കാൻ കുറച്ച് എളുപ്പമാണ്. ഡോർ സൈഡിനോടൊപ്പം എനിക്കല്ല, ഇവിടെ സീറ്റിൽ തന്നെ ഇരുന്ന് എടുക്കാനാണ്. അതാകുമ്പോൾ വെട്ടം ഉള്ളതുകൊണ്ട് ഉറങ്ങാനും പറ്റത്തില്ല, അതുകൊണ്ട് സീനില്ല. ഹംസഫർ എക്സ്പ്രസിൻ്റെ താണ്ഡവം അങ്ങനെ തുടങ്ങാൻ പോവാണ് ഗൈസ്. കറക്റ്റ് 10:30 നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് എടുത്തിരിക്കുകയാണ്. ഈ വണ്ടി പോകുന്നത് കാൺപൂർ ബൈപ്പാസ് ചെയ്ത് പോകുന്ന വണ്ടിയാണ് കേട്ടോ. കാൺപൂർ കയറത്തില്ല, അങ്ങനെ ഒരു പ്രത്യേകതയോടെ ഈ വണ്ടിക്കുണ്ട്. സാധാരണ കാൺപൂർ കയറിയാണല്ലോ എല്ലാം പ്രയാഗ്രാജ് പോകുന്നത്, പക്ഷേ ഇത് കാൺപൂർ കയറത്തില്ല. കാൺപൂർ ബൈപ്പാസ് ചെയ്താണ് ഇപ്പോൾ പോകുന്നത്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇനി നിസാമുദ്ദീൻ റൂട്ടിൽ കയറി അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ ആ തുണ്ടല ഭാഗത്തേക്ക് പോകുന്നത് കേട്ടോ. ഈ വീഡിയോയിൽ ഞാൻ പ്യുവർ ട്രാക്ക് സൗണ്ട്സ് ആയിരിക്കും കാണിക്കാൻ പോകുന്നത്. രാത്രിയിൽ വണ്ടി പോകുന്നത് ഞാൻ ഒരു മ്യൂസിക് ഒന്നും എടുത്തില്ല, കാറ്റിൻ്റെ ശബ്ദമൊക്കെ ഉണ്ടാവും. ആ ഒരു റിയൽ സ്പീഡ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ഞാൻ അങ്ങനത്തെ വിഷ്വൽസ് ആയിരിക്കും കൂടുതൽ ഇടുന്നത് കേട്ടോ. ഈ യാത്രയ്ക്ക് നമുക്കായത് വെറും 478 രൂപയാണ്. ഹംസഫർ എക്സ്പ്രസ് ആണ്, പക്ഷേ റേറ്റ് കുറച്ച് കൂടുതലാണ്. നോർമൽ എക്സ്പ്രസ്സിന് ഇതൊക്കെയായിട്ടും കുറച്ച് റേറ്റ് കുറവായിരിക്കും. ഹംസഫർ ആണല്ലോ, പ്രീമിയം വണ്ടിയാണല്ലോ. അപ്പോൾ 478 രൂപയാണ് നമുക്ക് ഈ സ്ലീപ്പർ യാത്രയ്ക്കായത്. മോനെ വിട്ട ഉടനെ എൻ്റെ പറപ്പിക്കാൻ തുടങ്ങി. നമ്മളിപ്പോൾ മറ്റേ ശിവാജി ബ്രിഡ്ജ് ആ ഒരു ഭാഗത്തോടാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി നിസാമുദ്ദീൻ എത്തുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ ആ മെയിൻ റൂട്ടിൽ കയറുന്നത് കേട്ടോ. വണ്ടിക്കകത്ത് RPF-കാരൊക്കെ ഉണ്ട്, അതുകൊണ്ട് സേഫാണ്, കുഴപ്പമൊന്നുമില്ല. RPF-കാരുണ്ട്, നമുക്ക് അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഹംസഫർ അല്ലേ, ഇതിൻ്റെ ജനറലോ അങ്ങനെയൊന്നും ഇല്ലല്ലോ, എല്ലാം റിസർവ്ഡ് അല്ലേ, അതുകൊണ്ട് പുറത്തുനിന്ന് ആരും കയറത്തുമില്ല. അതുമല്ല എങ്ങും നിർത്താത്തതുകൊണ്ട് രാത്രിയിലായതുകൊണ്ട് അങ്ങനെ ആരും കയറത്തൊന്നുമില്ല. ആഴ്ചയിൽ 4 ദിവസമാണ് ഈ വണ്ടി സർവീസ് നടത്തുന്നത്. ഡൽഹിയിൽ നിന്നും തിങ്കൾ, ബുധൻ, വെള്ളി, ശനി ഈ 4 ദിവസങ്ങളിലാണ്. ഈ വണ്ടി വേറെ ഒരു ഹംസഫറായിട്ട് റേക്ക് ഷെയറിംഗ് ഉണ്ട്. ആനന്ദ് വിഹാർ ടെർമിനലിൽ നിന്നും ഈ പ്രയാഗ്രാജ് വരെ പോകുന്നു. ആനന്ദ് വിഹാറിൻ്റെ ഈ ഡൽഹിയിലെ ഒരു സ്റ്റേഷൻ തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു ഹംസഫർ ഉണ്ട്. അപ്പോൾ രണ്ടും തമ്മിൽ റേറ്റ് ഷെയറിംഗ് ഉണ്ട്. ആ ഹംസഫറിന് കാൺപൂർ സ്റ്റോപ്പ് ഉണ്ട്, അത് നോൺ സ്റ്റോപ്പ് അല്ല. പക്ഷേ ഇതിന് കാൺപൂർ സ്റ്റോപ്പില്ല. ഇതിന് ക്രൂ ചേഞ്ച് മാത്രമേ ഒരിടത്ത് നിർത്തത്തുള്ളൂ, അല്ലാണ്ട് അതിനിടയ്ക്ക് കൊമേഴ്ഷ്യൽ സ്റ്റോപ്പ് ഒന്നുമില്ല. ഏതോ വണ്ടിയൊക്കെ പാരലി നമ്മളായിട്ട് കയറി പോകുന്നുണ്ടോ, എവിടെ നിന്ന് വരുന്നതെന്നൊന്നും അറിയത്തൊന്നുമില്ല. ഏതോ വണ്ടി നോക്ക്, പാരൽ ഓവർടേക്ക്, എന്തൊക്കെ പരിപാടി, എന്തൊക്കെ കാണാൻ കിടക്കത്തില്ല. ആ പോയത് ഷക്കൂർ ബസ്റ്റിൽ നിന്ന് ഡെറാഡൂൺ പോകുന്ന വണ്ടിയാണ്, മസൂരി എക്സ്പ്രസ്. അതപ്പോൾ ഇവിടെ നിന്ന് വേറെ റൂട്ട് തിരിഞ്ഞാണ് പോകുന്നത്, നമുക്ക് വേണ്ട സീനില്ല. നമ്മൾ ഇവിടെ നിന്ന് വേറെ റൂട്ടാണ്, നമ്മൾ കാൺപൂർ റൂട്ടാണ് പോകുന്നത്. നേരത്തെ പോയ വണ്ടിയല്ലേ ഇവിടെ കിടക്കുന്നത്, നേരത്തെ ഇപ്പോൾ അങ്ങോട്ട് പോകണ്ടേ, എന്തോ പോക്കായിരുന്നു പോയത്. അയ്യോ വലിയ ആളായിട്ട് അങ്ങ് കയറി പോയതാ. ഇപ്പോൾ അതിൻ്റെ ഇവിടെ ഔട്ടർ കിടക്കുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഗാസിയാബാദ് കണ്ട് എത്താറായിട്ടുണ്ട്. ഇവിടെയൊക്കെ സ്കിപ്പാണ്, എങ്ങനെ നിർത്തൂല. ഈ വണ്ടി ഇവിടെ പിടിച്ചിട്ടേക്കോ കേട്ടോ, നമ്മൾ കണ്ട് അതിനെ ഓവർടേക്ക് അടിക്കുന്നത്. വേറെ ഏതൊരു ICF വണ്ടിയും കിടക്കുന്നത്. ഇതൊക്കെ ഏത് വണ്ടിയാണ് ഏതാണ്ട്? ഇത് മറ്റേ ഇതാ റാണിക്കേത് എക്സ്പ്രസ് ആണ് കേട്ടോ. എനിക്ക് ആ നടുക്കത്തെ ആ സ്ലിപ്പ് കുറച്ചും കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഇത് മറ്റേ ജയ്സൽമീറിന്ന് കറ്റ്ഗുഡാം പോകുന്ന വണ്ടിയുടെ റാണിക്കേത് എക്സ്പ്രസ്. അതിവിടെ പിടിച്ചിട്ടേക്കാണ്. നമ്മൾ നൈസായിട്ട് കയറി പോകണ്ട. എന്താ പ്രയോറിറ്റി നമുക്ക്, അതവിടെ പിടിച്ചിട്ടേക്കുക. നമ്മൾ ഇപ്പോൾ ഗാസിയാബാദ് ജംഗ്ഷൻ താണ്ട് സ്കിപ്പ് അടിക്കുകയാണ് കേട്ടോ. നല്ല സ്പീഡിലാണ് സ്കിപ്പ് അടിക്കുന്നത്. ഗാസിയാബാദ് സ്കിപ്പ് അടിക്കുകയാണ്, ഗാസിയാബാദ്.
വണ്ടി ഉണ്ടല്ലോ, അത് ചണ്ഡീഗഡിൽ നിന്ന് പ്രയാഗ്രാജ് പോകുന്ന ഊഞ്ചകാർ എക്സ്പ്രസ് എന്ന വണ്ടിയാണ്. അത് പാരലി അത് ഡിപ്പാർട്ട് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ റണ്ണിങ്ങിൽ അതിനെ ഓവർടേക്ക് അടിക്കുകയാണ് കേട്ടോ. അതും പ്രയാഗ്രാജ് പോകുന്ന വണ്ടിയാണ് കേട്ടോ. അത് പ്രയാഗ്രാജ് സംഘം എന്ന സ്റ്റേഷനുണ്ട്, അങ്ങോട്ടേക്ക് പോകുന്നൊരു വണ്ടിയാണത്. അത് രാവിലെ 11 മണിക്ക് അത് പ്രയാഗ്രാജ് എത്തുള്ളൂ, കാരണം അതിന് ഇഷ്ടംപോലെ സ്റ്റോപ്പുണ്ട്. ഊഞ്ചകാർ എക്സ്പ്രസ് കേട്ടോ. നമ്മുടെ 2 സ്റ്റേഷൻ മുന്നിൽ ഒരു വണ്ടി കൊണ്ടുണ്ട്, അതിനെ നമ്മൾ ഓവർടേക്ക് അടിക്കുക എവിടെയെങ്കിലും വെച്ചിട്ട്. അത് ന്യൂഡൽഹിയിൽ നിന്ന് രാത്രി 10:10 പ്രയാഗ്രാജ് സൂപ്പർ ഫാസ്റ്റ് ആണ്. അത് 7:15 എന്തുമാണ് പ്രയാഗ്രാജ് എത്തുന്നത്. അപ്പോൾ നമ്മൾ അതിന് മുന്നേ എത്തുമല്ലോ, അപ്പോൾ എന്തായാലും കയറിപ്പോവും. മോനെ 130 കയറി. അയ്യോ പൊളിച്ച് ഇത് കിടിലായിട്ട് കയറുന്നുണ്ടോ. P4 ആണെന്നൊന്നും പറയത്തോലും ഇല്ല. നല്ല അടിപൊളി ആക്സിലറേഷനാണ്. രാത്രി ആയിട്ടൊരു വക കാണുന്നില്ല, പക്ഷേ കിടിലൻ റണ്ണ് കേട്ടോ. നല്ല സ്മൂത്താണ്. 130 കയറി കേട്ടോ. നമ്മൾ സുഖമായിട്ട് 130 കയറി. നമ്മളിപ്പോൾ അലിഗഡ് എന്നൊരു സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യാൻ പോവാണ്. അലിഗഡ് ജംഗ്ഷൻ അത്യാവശ്യം മെയിൻ ഒരു സ്റ്റേഷനാണ്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ ന്യൂഡൽഹി പ്രയാഗ്രാജ് സൂപ്പർ ഫാസ്റ്റ് കിടപ്പുണ്ട്. നമ്മൾ അതിനെ ഓവർടേക്ക് അടിക്കുക, കാണിച്ചു തരാം. സമയം രാത്രി 12:25 കേട്ടോ. എല്ലാവരും ഉറങ്ങി. പക്ഷേ കുറേ RICക്കാരൊക്കെ ഉറങ്ങാതെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. നമ്മളെപ്പോലെ തന്നെ ഉറങ്ങാതെ കുറേ പേര് അവിടെ ഇരിപ്പുണ്ട്. RICക്കാർ ഇഷ്ടം പോലെ ഉണ്ട്.
അങ്ങനെ നമ്മുടെ ഹംസഫർ എക്സ്പ്രസിൻ്റെ ആ ഒരു ക്രൂ ചേഞ്ചിങ് പോയിന്റ് വന്നിരിക്കുകയാണ്. 209 കിലോമീറ്റർ താണ്ടിയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഇത് തുണ്ടല ജംഗ്ഷൻ എന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഈ വണ്ടിക്ക് ക്രൂ ചേഞ്ച് ഉണ്ട്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് കയറുന്ന ക്രൂ ഓടിക്കാൻ പോകുന്നത് 423 കിലോമീറ്ററാണ്. അതായത് 5.5 മണിക്കൂറോളം അവർ ഓടിക്കും ഇവിടെ നിന്ന് കയറുന്ന ക്രൂ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. കറക്റ്റ് മെയിൻ ലൈനിലുള്ള പ്ലാറ്റ്ഫോമായിരുന്നു. നേരെ വന്നുകൊണ്ട് കയറ്റുവാണ്. അപ്പോൾ ഇതാണ് തുണ്ടല ജംഗ്ഷൻ കേട്ടോ. ഇപ്പോൾ സമയം 12:50 കഴിഞ്ഞു, 1 മണി ആവാറായി. അപ്പോൾ ഇവിടെയാണ് ഈ വണ്ടിക്ക് ക്രൂ ചേഞ്ച് ഉള്ളത് കേട്ടോ. അപ്പോൾ തുണ്ടല ജംഗ്ഷനിൽ വണ്ടി നിർത്തി ഇനി ഇവിടെ നിന്ന് അടുത്ത ക്രൂ കയറും. ഇതൊക്കെ നോർത്ത് സെൻട്രൽ റെയിൽവേയുടെ പ്രയാഗ്രാജ് ഡിവിഷനാണ് ഇതൊക്കെ. അപ്പോൾ ഇവിടെ നിന്ന് ഇനി അടുത്ത ക്രൂ കയറി അവരായിരിക്കും ഇനി പ്രയാഗ്രാജ് വരെ ഓടിക്കുന്നത്. ഇവിടെ നിന്ന് കയറുന്ന ക്രൂ 423 കിലോമീറ്റർ ഓടിക്കുന്നു. നോക്കിയ 4 ചോദിക്കുക 5 മണിക്കൂർ 13 മിനിറ്റാണ് റണ്ണിങ് ടൈം. സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. നമ്മളിപ്പോൾ ഈ 209 കിലോമീറ്റർ വന്ന് അറിഞ്ഞതുപോലും ഇല്ല. പെട്ടെന്നാണ് 130 അല്ലേ സ്പീഡ്. പിന്നെ അങ്ങനെ ഇനി രാത്രിയിൽ താണ്ഡവമായിരിക്കും. ഒരു രക്ഷയില്ല കേട്ടോ. ഇത്ര നേരം അടിപൊളി എക്സ്പീരിയൻസ് നമുക്ക് തന്നെ. ക്രൂ ചേഞ്ച് കഴിഞ്ഞിട്ട് വളരെ വേഗം തന്നെ നമ്മുടെ വണ്ടി എടുത്തിരിക്കുകയാണ്. ഒരു 4 മിനിറ്റ് എന്തോ ഇട്ടുള്ളൂ. വേഗം തന്നെ ക്രൂ ചേഞ്ച് നടത്തി ഒരു വണ്ടി എടുത്തു. ഇവിടെ സ്റ്റോപ്പൊന്നുമില്ല. ഇവിടെ ഈ ക്രൂ മാറാൻ വേണ്ടിയാണ് വണ്ടി നിർത്തുന്നത്. കാരണം ഇതൊരു മെയിൻ ഒരു ക്രൂ ചേഞ്ചിങ് പോയിൻറ്റും കൊണ്ടാണ് ഈ തുണ്ടല ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ആഗ്രയ്ക്ക് ഒരു ലൈൻ തിരിയുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഒരു മെയിൻ സ്റ്റേഷനാണ്. ഈ ക്രൂ ചേഞ്ചിങ്ങിനൊക്കെയുള്ളൊരു മെയിൻ സ്റ്റേഷനാണ്. അപ്പോൾ ഇവിടെ നിന്ന് ക്രൂ ഒക്കെ മാറി പുതിയ ക്രൂ കയറി. അപ്പോൾ ഇവരിനി പ്രയാഗ്രാജ് വരെ ഓടിക്കും. അപ്പോൾ ഇവർ കയറി വർക്ക് ചെയ്ത് തുടങ്ങി. ഇനി ഫുള്ള് നോൺ സ്റ്റോപ്പാണ്. ഇനി എങ്ങും നിർത്തൂല കേട്ടോ. ഒരു വണ്ടിയിൽ പുതിയ ക്രൂ കയറിയാൽ ഒരു ബ്രേക്ക് ടെസ്റ്റ് ചെയ്യും. അതാണ് ഈ പരിപാടി. ഉണ്ടോ വണ്ടി എടുത്ത ഉടനെ ബ്രേക്ക് പിടിച്ച് നിർത്തിയാണ്ടോ ബ്രേക്ക് ഉണ്ടോ എന്നൊക്കെ നോക്കും. ഇനിയിപ്പോൾ കൈ കൊടുത്ത് പോകും. തുണ്ടലേന്ന് വിട്ടിട്ട് ഹിരൺഗാവൻ എന്നൊരു സ്ഥലത്ത് കൊണ്ട് പിടിച്ചിട്ടേക്കുവാണ്. പച്ച കിടക്കുവാണ്. പക്ഷേ വണ്ടി നിർത്തി. എന്തോന്നൊരു പിടിയില്ല. ഇനി എന്തെങ്കിലും പ്രശ്നമാണോ അതോ മുന്നിൽ എന്തെങ്കിലും പണി നടക്കുന്നുണ്ടോ എന്നറിയത്തില്ല. വണ്ടി പിടിച്ചിട്ട് പച്ച കിടക്കുക. പക്ഷേ കേട്ടോ സിഗ്നൽ പച്ചയാണ്. ഒരു വണ്ടി ഇപ്പോൾ അടിച്ചിട്ട് പോയില്ലേ, ആ അടിച്ചു വിട്ട് പോയാൽ പിന്നെ നമ്മുടെ വണ്ടി ഇപ്പോൾ എടുത്തു കേട്ടോ. എന്തോ ആർക്കും എന്തെങ്കിലും പണി നടപ്പുണ്ടാവും അവിടെ മുന്നിൽ. രക്ഷയില്ല. ഇപ്പോഴും നല്ല കട്ടക്കിലാണ് വണ്ടി. ഇപ്പോൾ 2 മണി കഴിഞ്ഞ സമയം. എനിക്കാണ് ഉറക്കം വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു യാത്ര കഴിഞ്ഞിട്ട് ഉറങ്ങത്തുള്ളൂ. കാരണം ഞാൻ അത്രയ്ക്ക് പ്ലാൻ ചെയ്തൊരു യാത്രയാണ്. ഉറങ്ങാതെ ഈ ഒരു റൈഡ് എൻജോയ് ചെയ്യണമെന്ന് നിങ്ങളെ കാണിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ ഉറങ്ങാതെ എടുക്കുന്നത്. വേറൊന്നുമല്ല. ഉറക്കം മാക്സിമം വരുന്നുണ്ട്. ഞാൻ ഉറങ്ങുന്നില്ല. മാക്സിമം നല്ല സ്പീഡിലാണ് വണ്ടി പോകുന്നത്. ആദ്യം ഇത്ര ഒരു അടിപൊളി യാത്ര എടുക്കുന്നത്. ഫുൾ സ്പീഡ് അടിപൊളി. നല്ല റണ്ണാണ്.
കണ്ടിന്യൂസ് 130 എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് 130, കുറയ്ക്കൊന്നുമില്ല. ഭയങ്കര പോക്കാണ് പോയത്. ഈ രാത്രിയിൽ നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സ്പീഡ് തോന്നിക്കും. അതൊരു പ്രത്യേകതയാണ്. നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ആളിലൊക്കെ വരികയാണെങ്കിൽ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇങ്ങനത്തെ വണ്ടി കേട്ടോ. നല്ല രസം കേട്ടോ. നമ്മൾ ഓടി ഇപ്പോൾ കാൺപൂർ എത്താറായിട്ടുണ്ട്. നമ്മൾ കാൺപൂർ കയറത്തില്ല, കാൺപൂർ ബൈപ്പാസ് ചെയ്താൽ നമ്മൾ പോകുന്ന അങ്ങനെ ഒരു പ്രത്യേകത ഈ വണ്ടിക്കുണ്ട്. കാൺപൂർ കയറാതെ പോകുന്നൊരു വണ്ടിയാണ്. കാൺപൂർ ബൈപ്പാസ് ചെയ്താണ് നമ്മൾ പ്രയാഗ്രാജ് ഭാഗത്തേക്ക് പോകുന്നത്. ഇനി ഒരു 30 കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മൾ കാൺപൂർ ബൈപ്പാസ് ചെയ്യും. ഇപ്പോൾ സമയം കണ്ടോ, വെളുപ്പിന് 3:07 വരെ. നമ്മുടെ പ്രയാഗ്രാജ് ഹംസഫർ അങ്ങനെ കാൺപൂർ ബൈപ്പാസ് ചെയ്യാൻ പോവാണ്. കാൺപൂർ സെൻട്രൽ ഒന്നും കയറാതെ നമ്മൾ ഇവിടെ നിന്നൊരു ബൈപ്പാസ് ലൈനുണ്ട്. ആ ബൈപ്പാസ് ലൈൻ കയറി നമ്മളങ്ങ് പോകത്തുള്ളൂ. അപ്പോൾ ഇവിടെ കുറച്ച് പയ്യേ പോകത്തുള്ളൂ. കാരണം ഇത് ബൈപ്പാസ് അല്ലേ, അപ്പം സ്പീഡൊക്കെ കുറവായിരിക്കും. ഇവിടെ ഇത്രയും നേരം കത്തിച്ച് 130 വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മളൊന്ന് സ്പീഡൊന്ന് കുറഞ്ഞു. കാൺപൂർ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ്, ഒരു സ്റ്റേഷനുമാണ്. അപ്പോൾ ചില വണ്ടികളൊക്കെ കാൺപൂർ ഇതേപോലെ ബൈപ്പാസ് ചെയ്ത് പോകാറുണ്ട് കേട്ടോ. എന്നിട്ട് ഗോവിന്ദപുരി എന്നൊരു സ്ഥലത്ത് സ്റ്റോപ്പും കൊടുക്കും. ചില വണ്ടികളൊക്കെ കയറിപ്പോവും, ചില വണ്ടികളൊക്കെ ബൈപ്പാസ് ചെയ്ത് പോകും. നമ്മൾ ഈ കയറുന്നതാണ് ഞാൻ പറഞ്ഞ ഗോവിന്ദപുരി എന്നൊരു സ്റ്റേഷൻ. അതായത് ഈ കാൺപൂർ കയറാതെ പോകുന്ന വണ്ടികളൊക്കെ ഇവിടെ ചവിട്ടും. ഇവിടെയാണ് സ്റ്റോപ്പ് കൊടുക്കുന്നത്. നമുക്ക് സ്റ്റോപ്പൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് സിഗ്നൽ കിടപ്പുണ്ട് അവിടെ, അതാണ് ഒന്ന് ചവിട്ടിയത്. ഇതെല്ലാം നോർത്ത് സെൻട്രൽ റെയിൽവേ ആണ് കേട്ടോ. ഫുള്ള് നോർത്ത് സെൻട്രൽ റെയിൽവേ ആണ്. നമ്മൾ ശരിക്കും ഡൽഹി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നോർത്ത് സെൻട്രൽ റെയിൽവേയിൽ കയറി. ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ ആനന്ദ് വിഹാർ ടെർമിനൽ ഹംസഫർ ഇല്ലേ, അത് കാൺപൂർ കയറും കേട്ടോ. ഈ വണ്ടിയാണ് കാൺപൂർ കയറാത്തത്. മറ്റേ വണ്ടി കാൺപൂർ കയറിയാണ് പോകുന്നത്. ഈ കാണുന്നത് കാൺപൂർ ഗുഡ്സ് യാർഡാണ്. ഭയങ്കര വലുപ്പത്തിനുള്ളൊരു ഗുഡ്സ് യാർഡാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ ഗൂഗിൾ മാപ്പ് ഒന്ന് നോക്കി. നല്ല വലുപ്പത്തിന് നടക്കുന്നൊരു വലിയൊരു ഗുഡ്സ് യാർഡാണിത് കേട്ടോ. നമ്മളിങ്ങനെ പയ്യെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ കുറേ സിഗ്നലും കുറേ ക്രോസ് ഓവറും അതും ഇതൊക്കെ ഉണ്ട്. ഡീസൽ ലോക്കൊക്കെ വെച്ച് ഫ്ലൈറ്റ് കിടക്കുന്നുണ്ടോ. ഈ ഒരു ഭാഗത്ത് മൊത്തം ഗുഡ്സ് മാത്രമേ ഉള്ളതുകൊണ്ടോ ഗുഡ്സ് യാർഡാണ്. നമ്മളങ്ങനെ ഇങ്ങനെ പയ്യാണ് പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട്. ഇവിടെ നിന്ന് ഇടത്തോട്ടുള്ള ലൈനാണ് കാൺപൂർ സെൻട്രലിലേക്ക് പോകുന്നത്. നമ്മളിവിടെ നിന്ന് നേരെ ബൈപ്പാസ് അടിച്ച് പ്രയാഗ്രാജ് ഭാഗത്തേക്ക് പോകും. അങ്ങനെ നമ്മൾ ബൈപ്പാസ് അടിച്ച് നമ്മളെ പറപ്പിക്കൽ അങ്ങനെ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. ഇനിയിപ്പോൾ 130 പറപ്പിക്കൽ വീണ്ടും അങ്ങനെ തുടങ്ങുകയാണ്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ കോച്ചിൻ ഡിപ്പോ ആണെന്ന് തോന്നി കാണുന്നത് കേട്ടോ. ഫുള്ളി ഫെൻസ്ഡ് ആണ്. കോച്ച് ഡിപ്പാണ്. കുറേ കോച്ചുകളും ഒക്കെ കിടപ്പുണ്ട് കണ്ടോ.
ഈ ന്യൂഡൽഹി പ്രയാഗ്രാജ് റൂട്ടിൽ ഈ വണ്ടിയൊന്നുമല്ല ഫാസ്റ്റസ്റ്റ് വണ്ടി 6 മണിക്കൂർ 8 മിനിറ്റ് എടുത്ത് ഓടുന്ന വാരണാസി വന്ദേ ഭാരതാണ്. എൻ്റെ പൊന്നെ 6 മണിക്കൂർ എന്തോ പോക്കായിരിക്കും അപ്പോൾ പോകുന്നത്. നമ്മൾ ആ വണ്ടിക്ക് കയറുന്നുണ്ട്. നമ്മളിനി തിരിച്ച് ഡൽഹിക്ക് പോകുന്നത് ഈ വാരണാസി വന്ദേ ഭാരതാണ്. അത് ഇതിലും കെങ്കമാണ്, പക്ഷേ ഇത്ര എൻജോയ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ AC ഇരിക്കുന്നതുകൊണ്ട് ആ ഒരു ട്രാക്ക് സൗണ്ട് സംഭവങ്ങളൊന്നും കിട്ടത്തില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഇവിടുത്തെ ഒരു രാജധാനി ഗ്യാങ് ഉണ്ട്. അതായത് ഡൽഹിയിൽ ഉച്ച കഴിഞ്ഞ് വിടുന്ന അഗർത്തല രാജധാനി, ഭുവനേശ്വർ രാജധാനി, സിയാൽദ രാജധാനി, ഹാവട രാജധാനി, പാട്ന രാജധാനി, അങ്ങനെ ഒരു 5-6 രാജധാനി വാലെ പോകുന്നുണ്ട്. അതിനെ ഞങ്ങൾ റെയിൽ ഫാൻസ് രാജധാനി ഗ്യാങ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ ഗ്യാങ് ആണ് അടുത്ത ഫാസ്റ്റസ്റ്റ്. അതിനൊരു 7 മണിക്കൂർ അടുപ്പിച്ച് മതി. ഇതിന് 7 മണിക്കൂർ 50 മിനിറ്റ് വേണം. അപ്പോൾ ഈ വന്ദേ ഭാരത് കഴിഞ്ഞ് രാജധാനി കഴിഞ്ഞിട്ടാണ് ഈ ഹംസഫർ വരുന്നറിയോ. രാജധാനി തന്നെ കുറേ ഉണ്ട്, ഞാൻ പറഞ്ഞില്ല, ഇഷ്ടംപോലെ രാജധാനി ഉണ്ട് ഇവിടെ ഈ റൂട്ടിൽ. കാരണം ഇത് ഇന്ത്യയിലെ തന്നെ കുറേ പ്രീമിയം ട്രെയിൻ ഓടുന്നതും ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള സെക്ഷനാണ് ഈ ന്യൂഡൽഹി കാൺപൂർ സെക്ഷൻ. ഞാനിപ്പോൾ എടുത്ത ആ ട്രെയിനിൻ്റെ വീഡിയോ എടുത്തതുകൊണ്ട് ഇങ്ങനെയാണ്, അല്ലാണ്ട് ഡോർ തുറന്നിട്ടല്ല കേട്ടോ. ഈ ഡോറിൻ്റെ ഇവിടെ ഒരു വിൻഡോ ഇല്ല, ഈ വിൻഡോ അവിടെ വെച്ച് എടുക്കാൻ പറ്റും. ഈ ഇത്ര സ്പീഡിലൊന്നും ഡോർ തുറന്നു പോയി എടുക്കുന്നതൊന്നും സേഫ് ഒന്നുമല്ല. ഞാൻ പറഞ്ഞില്ലേ രാജധാനി ഗ്യാങ് ഉണ്ടെന്ന്. ഇവിടെ നിന്ന് ഈ ഡൽഹി സൈഡിൽ നിന്ന് അങ്ങോട്ടും ഉണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ടും ഉണ്ട്. അപ്പോൾ ഈ രാജധാനി ഗ്യാങ് എന്ന് പറയുന്നത് ഈ കുറേ രാജധാനി ഉണ്ട്. ദിബ്രുഗഡ് രാജധാനി, ഇപ്പോൾ കണ്ട ദിബ്രുഗഡ് രാജധാനിയാണ്. അങ്ങനെ കുറേ രാജധാനി എല്ലാം വാലെ പോകുന്നതിനാണ് ഈ ഗ്യാങ് എന്ന് പറയുന്നത്. ഞങ്ങൾ റെയിൽ ഫാൻസ് ഇട്ടൊരു ടൈമാണ്. അപ്പോൾ ഇതിന് അടുത്ത രാജധാനി വരുന്നുണ്ട്, അത് സിയാൽദ ഡൽഹി രാജധാനിയാണ്. അതിപ്പോൾ വരും, കാണിച്ചു തരാം. ഒരു രക്ഷയില്ല, എത്തോ പോക്ക് എല്ലാ വണ്ടിയും. ഇപ്പോൾ നമ്മൾ കണ്ടത് ഈ 260 km/h ആക്ഷനാണ്. നമ്മുടെ വണ്ടി 130, അതും 130. എഫക്റ്റീവ് മൊത്തം 260 km/h. എൻ്റെ ദൈവമേ, എന്തോ പോക്കാണ് പോയത്. ഇപ്പോൾ പോയത് സിയാൽദ ന്യൂഡൽഹി രാജധാനിയാണ്. ഇനി ഒരെണ്ണം വരുന്നുണ്ട്. ഇനി പുറകിൽ ഇത് സിയാൽദ ബിക്കാനീർ ദുരന്തോ വരുന്നുണ്ട് പുറകിൽ, അതും കാണിച്ചു തരാം. അതിൻ്റെ പുറകിൽ റാഞ്ചി ഡൽഹി രാജധാനിയുണ്ട്. ഫുള്ള് രാജധാനിയാണ്. രാജധാനി ദുരന്തോ ഇതല്ലേ. നമ്മളിപ്പോൾ ഫത്തേപൂർ എന്ന് പറഞ്ഞൊരു സ്റ്റേഷൻ 130 സ്കിപ്പ് ചെയ്യുമായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഒരു വണ്ടി ഓവർടേക്കും കൂടെ അടിച്ചു. ആനന്ദ് വിഹാർ ടെർമിനലിൽ നിന്നും മധ്യപ്രദേശിലെ റേവ വരെ പോകുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് വണ്ടിയായിരുന്നത്. ആനന്ദ് വിഹാർ ടെർമിനൽ റേവ സൂപ്പർ ഫാസ്റ്റ്. അതിന് കയറി ഓവർടേക്ക് അടിച്ചിട്ടുണ്ട്. എൻ്റെ പോലെ ഒരു രക്ഷയിൽ ഈ വണ്ടി ഒരു അണ്ടർ റേറ്റഡ് സൈറ്റ് വേണം കേട്ടോ. രാജധാനി ഗ്യാങ്ങിലെ അവസാനത്തെ മെമ്പറാണ് ഇപ്പോൾ പോയത്, റാഞ്ചി ന്യൂഡൽഹി രാജധാനി. ഇനി ഐറ്റം ഒന്നുമില്ല, ഇനിയെല്ലാം തീർന്നു കേട്ടോ. ഇനി അങ്ങോട്ട് വണ്ടികളൊന്നുമില്ല. ഒറ്റ ദൈവമേ, ഈ വണ്ടിക്ക് പ്രയാഗ്രാജിൻ്റെ സ്റ്റോപ്പില്ലായിരുന്നു ഈ റാഞ്ചി രാജധാനിക്ക്. അതിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ് 1:30 എന്തായിരുന്നു വെളുപ്പിനെ. അത് മറ്റേ മുഗൾ സരായ്. അത് കഴിഞ്ഞപ്പോൾ കാൺപൂരാണ് അടുത്ത സ്റ്റോപ്പ്. എന്തുവാണ് ഇതൊക്കെ, എന്തോ വണ്ടികളൊക്കെയാണ്. വണ്ടികളുടെ സ്പീഡും വണ്ടികളുടെ പെർഫോമൻസും കാണണമെങ്കിൽ ഇങ്ങോട്ട് വരണം, UP ഭാഗത്തേക്ക്. എൻ്റെ മോനെ ഒരു രക്ഷയില്ല കേട്ടോ.
ഈ പോക്ക് പോവാണ് എനിക്ക് തോന്നുന്നു ഈ സാധനം 6 മണിക്ക് മുന്നേ പ്രയാഗ്രാജ് കയറുമെന്ന് തോന്നുന്നു. 6:20 ഇതിൻ്റെ സമയം. ഇപ്പോൾ 5 മണി കഴിഞ്ഞ് 5:10 ഇനി ഒരു 60 കിലോമീറ്റർ ചെല്ലുവാനും കൂടെ ഉള്ളൂ. നല്ല പോക്കാണ് പോണ ഐറ്റം. അപ്പോൾ എന്തായാലും പ്രയാഗ്രാജ് വലിയ കൺജഷനൊന്നും ഇല്ലെങ്കിൽ 6 മണിക്ക് മുന്നേ കയറും. നോക്കാം എന്തായാലും. മിക്കവാറും ഓൺ ടൈം കയറ്റത്തേ ഉള്ളൂ. സമയം ഇപ്പം രാവിലെ 5:25. പുറത്ത് ചെറിയൊരു വെട്ടമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നേരത്തെ സൺറൈസാണ് ഇവിടെ. അപ്പം നമ്മൾ ഇനി ഒരു 4-5 സ്റ്റേഷൻ കൂടെ കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനായ പ്രയാഗ്രാജ് എത്തും. ഒരു തുള്ളി പോലും ഉറങ്ങിയിട്ടില്ല. ഈ ഉറങ്ങാത്തതിൻ്റെ ഉറക്കക്ഷീണം വരുന്ന രാവിലെ വെളുപ്പിനെ 5 മണി സമയത്താണ്. അപ്പോഴാണ് ഈ കണ്ണ് തൂങ്ങി പോകുന്നത്. എങ്ങനെയെങ്കിലും ഇനി അവിടെ എത്തിയിട്ട് റൂമിൽ പോയിട്ടാണ് കിടന്ന് ഉറക്കം തീർക്കാൻ വേണ്ടിയിട്ട്. എന്നാലും ഉറങ്ങാതിരുന്ന എന്തെങ്കിലും ബർത്തായി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾക്കും അത് എൻജോയ് ചെയ്യാമെന്ന് വിശ്വസിക്കുന്നു. രാത്രി ആയിട്ട് രാത്രിയിൽ ഒരു രക്ഷയില്ല കേട്ടോ. ഇത് പോക്കാ പോകണം. ഒരു കണ്ടിന്യൂസ് 130 എങ്കിലും ചവിട്ടുന്നോ പിടിക്കുന്നോ ഒന്നുമില്ല. ഇനി ഒരു സ്റ്റേഷൻ കൂടെ കഴിഞ്ഞാൽ നമ്മൾ പ്രയാഗ്രാജ് എത്തും. അടുത്ത സ്റ്റേഷൻ സുബേദാർഗഞ്ച് എന്ന സ്റ്റേഷനാണ്. അതും കൂടെ കഴിഞ്ഞാൽ നമ്മൾ നേരെ പ്രയാഗ്രാജ് എത്തും. ഇപ്പോൾ സമയം 5:42. 6 മണി 6 മണി റേഞ്ചിൽ എന്തായാലും എത്തുമായിരിക്കും പിടിച്ചിട്ടില്ലെങ്കിൽ. അങ്ങനെ നമ്മുടെ 130 കത്തിക്കലൊക്കെ അങ്ങനെ തീർന്നിരിക്കുകയാണ്. നമ്മളാണ് പ്രയാഗ്രാജ് എത്താറ്. അതിന് മുന്നത്തെ സ്റ്റേഷനാണ് ഈ സുബേദാർഗഞ്ച് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പ്രയാഗ്രാജിൻ്റെ ഒരു സാറ്റലൈറ്റ് സ്റ്റേഷനാണ്. അപ്പോൾ ഇവിടുന്ന് കുറേ വണ്ടികളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നൊരു സ്ഥലമാണ്, നമ്മുടെ അടുത്ത കൊച്ചുവേളി പോലെ. അപ്പോൾ അത് നമ്മൾ നൈസിനെ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു 2-3 കിലോമീറ്റർ ഉള്ള പ്രയാഗ്രാജ് ജംഗ്ഷൻ. ഈ പ്രയാഗ്രാജിൽ കുറേ സ്റ്റേഷനുണ്ട്. പ്രയാഗ്രാജ് സംഗമുണ്ട്, പ്രയാഗ്രാജ് ജംഗ്ഷനുണ്ട്, പ്രയാഗ്രാജ് ചിവുക്കി, അങ്ങനെ കുറേ സ്റ്റേഷൻസ് ഉണ്ട് ഈ പ്രയാഗ്രാജിൽ. 6:20 സമയം. ഇപ്പം 5:46 ആയതേ ഉള്ളൂ. പോരെ എൻ്റെ മോനെ ഇജാതി കത്തിക്കൽ. സ്വാഭാവികമായിട്ടും നമ്മളെ അങ്ങനെ ഔട്ടറിൽ പിടിച്ചിരിക്കുകയാണ്. നമ്മൾ ഒരുപാട് നേരത്തെ 5:49 ആയതേ ഉള്ളൂ. ഇപ്പോൾ 6:20 കയറിയാൽ മതി. അപ്പോൾ ഇനി എന്തായാലും ഉടനെ അധികം നേരം എടുത്തൊന്നുമില്ല, കയറ്റി ഉടനെ തന്നെ. അധികം നേരം ഇട്ടില്ല കേട്ടോ. വണ്ടി നിർത്തി ഉടനെ തന്നെ സിഗ്നൽ വിടുന്നു. വണ്ടി നിർത്തി ഉടനെ തന്നെ എടുത്ത് നമ്മൾ വീണ്ടും നമ്മളങ്ങനെ പ്രയാഗ്രാജ് ജംഗ്ഷനിലേക്ക് ലൂപ്പൊക്കെ കയറുവാണ്. എനിക്കൊന്ന് പ്ലാറ്റ്ഫോം 1-ലേക്കാണോ എന്നൊരു സംശയമുണ്ട് കയറുന്നത് കണ്ടിട്ട്. സ്റ്റേഷൻ്റെ ലേ ഔട്ട് കണ്ടോ. പ്ലാറ്റ്ഫോം 6 ആണ് ഈ കാണുന്നത് കേട്ടോ. പ്ലാറ്റ്ഫോം 6 ഇവിടെ ആണ്. അപ്പോൾ പ്ലാറ്റ്ഫോം 1 അങ്ങ് വേറെ സൈഡിലൊക്കെ ആയിരിക്കും കണ്ടോ. മൊത്തത്തിൽ വേറെ എന്തോ രീതിയിലൊക്കെയാണ് സ്റ്റേഷൻ പണിതേക്കണേ. പ്ലാറ്റ്ഫോം 6 ഇവിടെ. അപ്പോൾ പ്ലാറ്റ്ഫോം 1 ഇനി എവിടെയാണോ എന്തോ. ഈ സ്റ്റേഷനകത്ത് തന്നെ കുറേ യാർഡും അതും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കുറേ ലൂപ്പൊക്കെ ഇറങ്ങിയും കയറിയും
എല്ലാം കയറിയാണ് നമ്മൾ പ്ലാറ്റ്ഫോമിലേക്ക് കയറുന്നത്. പ്ലാറ്റ്ഫോം 1 ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം ഏറ്റവും ഇടത്തോട്ടാണ് വണ്ടി പോകുന്നത്. അപ്പോൾ പ്ലാറ്റ്ഫോം 1 ആയിരിക്കണം. നമ്മൾ ആക്ച്വലി ഇവിടെ സ്റ്റേഷൻ ഏരിയയിൽ വന്നിട്ട് ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞാൽ ഈ 5 മിനിറ്റോളം ഈ ലൂപ്പ് ഇറങ്ങിയും കയറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അതുപോലത്തെ ഒരു ലേ ഔട്ടാണ് സ്റ്റേഷൻ്റെ. അവിടെ ഇവിടെയൊക്കെ കുറേ ട്രാക്കും യാർഡും ഇതൊക്കെ നോക്കി. ഇത് പിറ്റ് ലൈനാണ് കണ്ടോ. പിറ്റ് ലൈനൊക്കെ എവിടെ നോക്കി. പിറ്റ് ലൈനൊക്കെ ഇവിടെ പ്ലാറ്റ്ഫോം 1 ആണെന്ന് തോന്നുന്നു. പ്ലാറ്റ്ഫോം 1 ആയിരിക്കണം. അല്ലാണ്ട് ഇത് എവിടെയാണ് ഈ പോകുന്ന വണ്ടി? ഇത് ദൈവം ഈ സ്റ്റേഷനൊരു വലിയ സംഭവം കേട്ടോ. നമ്മൾ പ്ലാറ്റ്ഫോമിൽ എത്തി. അപ്പുറത്തെ പ്ലാറ്റ്ഫോം കേട്ടോ, ഇവിടെ അല്ല. ഇത് എവിടൊക്കെയോ കയറി എവിടൊക്കെയോ എത്തി. ഏത് പ്ലാറ്റ്ഫോമിൽ എത്തിയാൽ മതിയില്ല. അപ്പോൾ ഇതാണ് പ്രയാഗ്രാജ് ജംഗ്ഷൻ. കാണിച്ചു തരാം അപ്പുറത്ത്. ഇത് പ്ലാറ്റ്ഫോം 1 ഇത് പ്ലാറ്റ്ഫോം 10 ആണ്. അപ്പോൾ പ്ലാറ്റ്ഫോം 1 എവിടെ ഇനി എനിക്കറിയില്ല. എന്തുവാണ് ഇത്? എവിടെയായാലും നമ്മൾ എത്തിയല്ലോ. അമ്മേ, നമ്മൾ 6:20 എത്താനാണ്. നമ്മൾ 6:04 എത്തി. ശരിക്കും അതിന് മുന്നേ ഇവിടെ സ്റ്റേഷൻ ഏരിയ എത്തിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഇവിടം വരെ എത്തിച്ച ആ ഒരു കില്ലാടിയാണ് ഈ കാണുന്നത്. നോക്ക് എൻ്റെ മോനെ, ഇത് കാണാൻ ലുക്കില്ലേലും WP4 ആണേലും പോക്ക് ഒരു രക്ഷയില്ല. കീട്ടില്ല പോക്ക്. എൻ്റെ ദൈവമേ, പൊളി. നമ്മുടെ വണ്ടി വന്നിട്ട് ഇവർ ലോക്കോ തന്നെ ഡീകപ്പിൾ ചെയ്ത് അവർ കൊണ്ടുപോവാണ്. ഇനിയിപ്പോൾ ബ്രേക്ക് അവർ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇനി അവർ കോച്ചിൻ്റെ ഡിപ്പോയിൽ കൊണ്ട് മെയിൻ്റനൻസ് ചെയ്യും. കാണാനൊരു ലുക്കില്ലെങ്കിലും ഈ സാമാനത്തിൻ്റെ പെർഫോമൻസ് ഒരു രക്ഷയില്ല കേട്ടോ. കീട്ടിലും പെർഫോമൻസ് ആണ്. അടിപൊളി. ഓടിച്ച ലോക്കോ പൈലറ്റ്സിനെയും സമ്മതിക്കണം. നല്ല പോക്ക പോയത് കേട്ടോ. ഹംസഫർ എക്സ്പ്രസ് പൊളിച്ച കേട്ടോ. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. നമ്മൾ സാധാരണ രാത്രി കഴിഞ്ഞൊരു 10-11 മണി കഴിഞ്ഞാൽ നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ ഉറക്കം വരും. ഇത് ഓരോ ഉറക്കവും വരുന്നില്ല. ഇപ്പോഴാണ് ഒന്ന് ചെറിയൊരു വണ്ടി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ചെറിയൊരു അതിൻ്റെ ഒരു ലാഗ് വന്നു തുടങ്ങിയത്. നമ്മുടെ ബ്രെയിൻ ഇത്രയും നേരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. അപ്പോൾ ബ്രെയിൻ റെസ്റ്റ് വേണ്ടേ. അപ്പോൾ ഇനി എൻ്റെ ആക്ഷൻസൊക്കെ കുറച്ച് കിണ്ടിയായിരിക്കും. അത് കിണ്ടി ആവുന്നതിന് മുമ്പ് റൂമിൽ പോയി കിടന്ന് ഉറങ്ങണം, അല്ലേ പണിയാവും. അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തൊരു യാത്രയാണ്. പോക്കെന്ന് വെച്ചാൽ ഇജാതി പോക്ക്, ഒരു രക്ഷയില്ല. ഭയങ്കര പോക്കായി സാധനം പോയത്. എത്ര വണ്ടികളാണ് നമ്മൾ ഓവർടേക്ക് അടിച്ചത്. ആ രാജധാനി ഗ്യാങ്ങിൻ്റെ പോക്ക് കണ്ടോ. എത്ര രാജധാനി, എവിടെ നിന്നൊക്കെ വരുന്ന രാജധാനി. എൻ്റെ ദൈവമേ, സമ്മതിച്ചു കൊടുത്തു. ഈ റൂട്ട് നിങ്ങൾ ആരെങ്കിലും ഈ റൂട്ടിലൊന്ന് ട്രാവൽ ചെയ്യണം. പകലായാലും രാത്രി ആയാലും. എന്തോരം പ്രീമിയം വണ്ടികളാണെന്നറിയോ. വന്ദേ ഭാരത്, ദുരന്തോ, എല്ലാ സാധനവും ഉണ്ട് ഈ റൂട്ടിൽ. ഇല്ലാത്ത ഒന്നുമില്ല, എല്ലാ സാധനവും ഉണ്ട്. ഈ കൊൽക്കട്ടയിൽ നിന്ന് വരുന്ന വണ്ടികൾ, പിന്നെ UPയുടെ പല ഭാഗത്തു നിന്ന് വരുന്ന വണ്ടികൾ, ഭുവനേശ്വറിൽ നിന്ന് വരുന്ന വണ്ടികൾ എല്ലാം വന്ന് ഈ കാൺപൂർ റൂട്ടിൽ കൂടെയാണ് പോകുന്നത്. അയ്യോ പൊളി കേട്ടോ. പൊളി എന്ന് വെച്ചാൽ അടിപൊളി യാത്ര. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഭാഗത്തൊക്കെ സ്ലീപ്പറിൽ യാത്ര ചെയ്യുന്നത്, അത് ഓവർനൈറ്റ്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല വണ്ടി, നല്ല നീറ്റ് വണ്ടി, ഒരു വൃത്തികേടോ ഒന്നുമില്ല. ആൾക്കാരും കച്ചറ അങ്ങനെയൊന്നുമില്ല. പുറത്തുനിന്ന് അങ്ങനെ ആൾക്കാർ അങ്ങനെ കയറുന്നൊന്നുമില്ലായിരുന്നു. RPFR ഉണ്ടായിരുന്നു. നല്ല സേഫ് ആയിരുന്നു വണ്ടി, ഒരു പ്രശ്നവുമില്ലായിരുന്നു. സാധാ എക്സ്പ്രസ് വണ്ടികളൊക്കെ പണിയായിരിക്കും, പക്ഷേ ഇത് പ്രീമിയം വണ്ടി ആയതുകൊണ്ടായിരിക്കും അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഒരു വമ്പൻ എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് തന്നത്. പ്രയാഗ്രാജ് ഹംസഫറിൽ കയറിയിട്ടുള്ളവരെന്ന് കമൻറ്റ് ചെയ്യണം. അയ്യോ, ഇനി നമുക്ക് പുറത്ത് പോവാം. പുറത്ത് പോയിട്ട് ഇനി റൂമിൽ പോകണം. ഞാൻ വന്നിറങ്ങി ഇവിടുത്തെ പുറകിലത്തെ എൻട്രൻസ് ആണ് തോന്നുന്നു. ഇവിടെ എൻട്രൻസ് ഒക്കെ പണിയുന്നേ ഉള്ളൂ. എനിക്കൊന്ന് ഫ്രണ്ട് എൻട്രൻസ് എനിക്കൊന്ന് അപ്പുറത്താന്ന് തോന്നുന്നു. ഇത് ബാക്ക് എൻട്രൻസാണ്. നമ്മളിവിടെ പ്രയാഗ്രാജിൽ താമസിക്കുന്ന ഒരു ഹോട്ടലാണ്, ഒരു പണ്ടപ്പരപ്പൻ ഹോട്ടലാണ് കേട്ടോ. ഹോട്ടൽ രാമ കോണ്ടിനെൻ്റൽ. ഇവിടെ നമ്മൾ റൂം എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മുറി. പ്രയാഗ്രാജിലെ നല്ല അടിപൊളി റൂമാണ്. ഞാൻ രാവിലെ വന്ന് ഏർലി ചെക്ക് ഇൻ ചെയ്തുകൊണ്ട് അവരെനിക്ക് അപ്ഗ്രേഡ് ചെയ്ത് തന്നു. ഇതിലും ചെറിയ മുറിയാണ് ഞാൻ ബുക്ക് ചെയ്തത്. അപ്പോൾ നമ്മുടെ പ്രയാഗ്രാജ് ഹംസഫറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു ഈ യാത്രയിൽ. നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. പറ്റുവാണെങ്കിൽ വീടാലും വീടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആ വണ്ടി കിടിലൻ വണ്ടിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടപ്പോൾ നമ്മുടെ അടുത്ത ദിവസങ്ങൾ കാണാൻ പോകുന്നത് ഇതിലും മികച്ച ഒരു വണ്ടിയാണ് വന്ദേ ഭാരത് എക്സ്പ്രസ്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആവറേജ് സ്പീഡ് നോക്കുമ്പോൾ ഏറ്റവും ടോപ്പ് ആവറേജ് സ്പീഡുള്ള ഒരു വണ്ടിയാണ് നമ്മൾ പോകാൻ പോകുന്നത്. വാരണാസിയിൽ നിന്നും ഡൽഹി പോകുന്ന വന്ദേ ഭാരതിന് നമ്മൾ പ്രയാഗ്രാജിൽ നിന്നും ഡൽഹി പോവാണ്. അത് ഇതിനെക്കാട്ടും മികച്ച വണ്ടി. അതിനിവിടെ വിട്ടാൽ കാൺപൂർ വിട്ടാൽ ഡൽഹി, അത്രേ ഉള്ളൂ സ്റ്റോപ്പ് പോരെ. എന്തോ പോക്കാവപ്പോൾ ഇതിനെക്കാട്ടും 6 മണിക്കൂർ മതിയാകാണ്ട് അതിന്. അയ്യോ, നാഴ്ചയ്ക്ക് എന്തോ പോക്കാതെ. എൻ്റെ ദൈവമേ. അപ്പോൾ അടുത്ത ദിവസം കാണാം. ബൈ.